ഇല്ല ഇല്ല മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല. കേരളത്തിലെ ഏറ്റവും ജനകീയനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി അദ്ദേഹത്തെ നിൽക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ ആർക്കും പ്രയാസരഹിതമായി കാണാമായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അപ്പോഴും DK മുൻനിരയിലുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു നഷ്ടമല്ല DKയുടെ വിയോഗം. ധന്യമായ ഒരു ജീവിതമാണ് DK നയിച്ചിരുന്നത്. ആ DKയുടെ ഉജ്ജ്വലമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങളോടും സഖാക്കളോടുമൊപ്പം പങ്കുചേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മൾ വലിയ ആളുകളാണെന്ന് കരുതുന്ന പല ആളുകളുടെയും അടുപ്പത്തിൽ ഇതറിയുമ്പോൾ നമ്മുടെ ബഹുമാനം വരുന്നു. പക്ഷേ TKയുടെ കാര്യത്തിൽ ഞാൻ ദൂരെ നിന്ന് കണ്ടതിന് ശേഷം അടുത്ത് പരിചയപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹത്തോടുള്ള ബഹുമാനം എനിക്ക് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഇന്ന് വരെ അദ്ദേഹത്തെ വിമർശിക്കേണ്ട ഒരു അവസരം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടായിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പോലീസ് മന്ത്രി നമ്മുടെ സാംസ്കാരിക മന്ത്രിയാകുകയോ എന്ന് നമ്മൾ ചോദിച്ചാൽ, പക്ഷെ TKയോട് നമ്മൾ ചോദിച്ചില്ല. വേറെ ആരെങ്കിലും ഒരു ഫിഷറീസ് മന്ത്രിയായിരുന്നതിൻ്റെ കൂട്ടത്തിൽ സാംസ്കാരിക മന്ത്രി അതിന് നമ്മൾ ചോദിച്ചത്, ഈ മീൻ കച്ചവടത്തിൻ്റെ കൂട്ടത്തിൽ ഈ സാംസ്കാരിക വകുപ്പിനെ കൂട്ടിക്കിട്ടേന്ന് നമ്മൾ ആക്ഷേപിച്ചത്. പക്ഷേ TK ആയതുകൊണ്ട് നമ്മൾ ആരും ഒന്നും ചോദിച്ചില്ല. ഒരുപക്ഷെ TKയെ സംബന്ധിച്ച് TKയെ പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയുന്ന കുറേ സ്നേഹവും അദ്ദേഹം എനിക്ക് തന്ന ചില ധൈര്യങ്ങളുമാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അതേ കമ്പാർട്ട്മെൻറ്റിൽ TK രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഞാൻ അടുക്കാനൊന്നും പോയില്ല. എത്രയോ വലിയ ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോയത് പോലുമില്ല. ആരോ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ എന്നെ വിളിച്ച് 1 മണിക്കൂറിലധികം സമയം അദ്ദേഹം ചുണ്ടുകൊണ്ടല്ല, ഈ സ്റ്റോക്ക് വാസ് നോട്ട് ലിപ് സർവീസ്, ഹൃദയം കൊണ്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വീണ ഓരോ വാക്കും എൻ്റെ ചെവിയിലല്ല, എൻ്റെ ഹൃദയത്തിലാണ് എത്തിച്ചേർന്നത്. ഇപ്പോഴും പൂർണ്ണമായിട്ട് TK രാമകൃഷ്ണൻ എന്നൊരു മനുഷ്യനെ നമ്മുടെ സമൂഹം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളതാണ്. തോമസ് ജേക്കബ് സാറിനറിയാം, മാതൃഭൂമിയുടെ കാസർഗോഡിലേക്ക് അദ്ദേഹം ഒരിക്കൽ TKയെക്കുറിച്ച് ഏത് സമയത്ത് നോക്കിയാലും കുളിച്ചൊരുങ്ങി വരുന്ന ഒരാൾ. 7 മണി 8 മണി സന്ധ്യയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ TK കണ്ടാലും ഇപ്പോൾ കുളിച്ച് റെഡിയായി വരുന്ന പോലെ ആ മുഖത്ത് ആ മനസ്സിൻ്റെ നൈപുണ്യം പ്രകാശിച്ച് കണ്ടിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിയായി. ഈ മനസ്സുള്ളവർക്ക് അസാധ്യമായ ഒരു കാര്യം സംസാരിക്കാൻ വരുന്ന ആളുകളും തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ
അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ടുള്ളവർ പറയും എന്ത് കാര്യത്തിൽ പി കെ കാണാൻ പറ്റുന്നു, പക്ഷെ തിരിച്ചു പോകുന്നയാൾ മനസ്സിൽ ഒരു വലിയ സത്യത്തോടുകൂടായിരിക്കും കാര്യം നടന്നില്ലെങ്കിൽ പോലും. ആഭ്യന്തരം, സഹകരണം, ഫിഷറീസ്, എക്സൈസ്, സാംസ്കാരികം തുടങ്ങിയ വകുപ്പുകൾ കാര്യക്ഷമമായും ദീർഘവീക്ഷണത്തോടു കൂടി അദ്ദേഹം കൈകാര്യം ചെയ്തതിൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കുന്നൊരു സമൂഹം കൂടിയാണ് നമ്മൾ എന്ന് ഓർക്കേണ്ടതുണ്ട്. എക്കാലത്തും കേരളീയ സമൂഹത്തിന് എന്നെന്നും ഒരു സ്വാധീന ശക്തിയായി ഈ നാമധേയം ടി കെ രാമകൃഷ്ണൻ എന്ന പൂർണ്ണനാമധേയവും ടി കെ എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആ ദ്വയാക്ഷരങ്ങളും എന്നെന്നും കേരളീയ സമൂഹത്തിൻ്റെ മനസ്സിൽ ആദരപൂർവമായ ഒരു സ്വരൂപത്തോടുകൂടി നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ത്യാഗവും സഹനവും സമരവും കൈമുതലാക്കി രാജ്യത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്കായി സ്വയം സമർപ്പിച്ച അനശ്വരമാക്കി തീർത്ത ആ ത്യാഗോജ്വലമായ വിപ്ലവകാരിയുടെ സ്മരണകൾക്ക് മുമ്പിൽ നമോഭാഗം അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമ്മൾ അധികം ആളുകളും ഓരോ പദവിയിൽ ഓരോ വേഷം കെട്ടാറുണ്ട്. പക്ഷേ ഈ വേഷം ഇല്ലാതെ എപ്പോഴും തനി മനുഷ്യനായി മനുഷ്യരൂപത്തിൽ മനുഷ്യർക്കിടയിൽ പെരുമാറിയ വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ ഞാൻ മുഖ്യമായും ഓർമ്മിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് ജാതി മത വ്യത്യാസമില്ല, കക്ഷി വ്യത്യാസമില്ല, ഉയർന്നവനെന്നോ താണവനെന്നുള്ള വ്യത്യാസമില്ല. ആരെന്ത് കാര്യത്തിന് ചെന്നാലും അവരുടെ അവസ്ഥ ഏറെ ദയനീയമാണെങ്കിൽ അവർക്ക് അദ്ദേഹം മുൻഗണന നൽകുന്നത് കാണാൻ സാധിക്കും. രാഷ്ട്രീയത്തെ സംസ്കാരവൽക്കരിക്കുക എന്നതും നമ്മുടെ ചുമതലയാണ്. ഈ അർത്ഥത്തിൽ ഒരു മാതൃക എന്ന രീതിയിൽ അന്ന് ഞങ്ങൾ കണ്ടത് ടി കെ ആയിരുന്നു. ടി കെ ആണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്ന് പറയുക മാത്രമല്ല, തൻ്റെ പ്രവൃത്തിയിലൂടെ ഒരു മാതൃക കാണിച്ചുകൊണ്ട് ഞങ്ങളെ പോലെയുള്ള യുവപ്രവർത്തകരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. എല്ലാത്തിനും ഇടപെടാനും എല്ലാം മനസ്സിലാക്കാനും എല്ലാത്തിനെക്കുറിച്ച് അഭിപ്രായം പറയാനും ഒക്കെ കഴിവുള്ള ഒരാളായിരുന്നു സഖാവ് ടി കെ. കഥകളിയിൽ, കവിതയിൽ, നാടകത്തിൽ, നോവലിൽ, സാഹിത്യത്തിൽ, മൊത്തത്തിൽ, പിന്നെ സാംസ്കാരിക പ്രശ്നങ്ങളിൽ, രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ, കാർഷിക പ്രശ്നങ്ങളിൽ ഒക്കെ ടി കെക്ക് മറ്റാർക്കും പ്രകടിപ്പിക്കാൻ കഴിയാത്ത പ്രത്യേക കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞൊരു വ്യക്തിവൈശിഷ്ട്യം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ നിരീശ്വരവാദികളെന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ആയിക്കോട്ടെ, അതൊക്കെയൊന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷെ മനുഷ്യ സ്നേഹികൾ ടി കെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ രണ്ടാം ലോകമഹായുദ്ധ കാലം, ആ കാലത്ത് ജാപ്പ് വിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടാണ് ടി കെ പ്രവർത്തനം ആരംഭിച്ചത്. അവിടുത്തെ ചെറുപ്പക്കാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് പട്ടിണിക്കെതിരായി ഞങ്ങളുടെ പ്രദേശത്തുള്ള ലേബർ കോർണറിലുള്ള ഒരു പറമ്പിൽ കപ്പ കൃഷി നടത്തിക്കൊണ്ട് ഉള്ളൊരു പ്രവർത്തനം സംഘടിപ്പിക്കുകയുണ്ടായി. ഒരു സാംസ്കാരിക മന്ത്രി എന്ന് പറഞ്ഞാല് കേരളത്തിന്റെ ഒരു സാംസ്കാരിക മന്ത്രി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒറ്റ മാതൃകയെ വരുള്ളൂ, ഒറ്റ ഛായ വരുള്ളൂ, ടി കെ രാമകൃഷ്ണനാണ്. 1940 മുതൽ എൻ്റെ ഒരു സ്നേഹിതനും പ്രിയപ്പെട്ട സഖാവുമായി മാറിയ ടി കെ തൊഴിലാളി പ്രവർത്തകൻ, കർഷക സംഘത്തിൻ്റെ പ്രവർത്തകൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം തന്നെ
കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെക്കാലം അദ്ദേഹത്തിൻ്റെ സാമീപ്യവും അദ്ദേഹത്തിൻ്റെ നേതൃത്വവും ലഭിച്ചിരുന്നു. വെറുമൊരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിന് പുറമേ സഖാവ് ടി കെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ള ബഹുജന നേതാക്കൾക്ക് ജനഹൃദയങ്ങളിൽ എപ്പോഴും സ്ഥാനമുണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് സഖാവ് ടി കെക്ക് മരണമില്ല എന്ന് തന്നെ നമുക്ക് കരുതാവുന്നതാണ്. ഒരു പൂവിൻ്റെ സുഗന്ധം പോലെ, ഒരിളം തെന്നലിൻ സ്പർശം പോലെ, ഋതുഭേദങ്ങളുടെ നിറച്ചാർത്ത് പോലെ, മധുര നിർഭരമായ വാക്കുകൾ പോലെ, എന്നും ജനഹൃദയങ്ങളിൽ കുടിയേറുന്ന സഖാവ് ടി കെ എന്ന വിപ്ലവകാരിയുടെ ജീവിതം അവസാനിക്കാത്ത ഓർമ്മകളായി നമ്മോടൊപ്പമുണ്ടാകും.